ഡ്രൈവർ അങ്കിൾ, ഡ്രൈവർ അങ്കിൾ. എണ്ണീറ്റോ മോള്? മോക്ക് കുടിക്കാൻ പാല് കറക്കല്ലേ? മോള് കറന്നാലേ ഈ കള്ളി ചൊരത്തൂല്ല. അത് കുട്ടികൾക്ക് കുടിക്കാൻ അമ്മമാര് പാല് ചൊരത്തും. അത് കുടിച്ചാ കുട്ടികൾ വളരുക. പശു അങ്ങനെ തന്നെയാ. എന്ത്? മോടെ ഇംഗ്ലീഷ് ഒന്നും അമ്മൂമ്മയ്ക്ക് മനസ്സിലാവില്ല. അയ്യോ പോയല്ലോ കുട്ടിയെ. സാരല്ല, മോൾ അറിയണ്ടല്ലേ. ചിന്നമണി കുയിലേ മെല്ലെ വറുമയിലേ എങ്കേ ഉഞ്ചോടി. ചിന്നമണി കുയില് അമ്മമ്മയുടെ കൂടെ എന്ത് ചെയ്യാ? ഞാൻ പശുവിനെ കറക്കാ. அப்படியா? பலே பேஷ். இங்க பாரு என் ராஜாத்தி கண்ணு இங்கே இரு, எங்கேயும் போக வேண்டாம். தினமும் பால் கறந்து இந்த மாரியப்பனை கொடு. ஏன் பிசினஸ் நம்ம 2 பேரும் தான். இந்த அம்மா அவுட் எப்படி? എടാ മാരിയപ്പ, ആവശ്യമില്ലാതെ നിന്റെ പുളിച്ച തമിഴൊന്നും എന്റെ കൊച്ചിനെ പഠിപ്പിക്കണ്ട. നിനക്ക് തരാൻ ഇന്ന് പാലില്ല. എന്നാച്ച്? ഞാനും എന്റെ മോളും കൂടെ കുടിച്ചു. அப்படியா? അല്ലേ മോളെ? നീ ആ കന്നിനെ ഒന്ന് അടിച്ചു കെട്ടിയേ. ആടിയുങ്ക നിലങ്ക മാരിയപ്പൻ പശുവിന്റെ ഫാമിലിയാ? ഡ്രൈവർ അങ്കിൾ പറഞ്ഞല്ലോ. ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിൽ അംഗങ്ങളല്ലേ? ആട്, പശു, എരുമ, പോത്ത്, മാരിയപ്പൻ. അപ്പോ അതിനൊക്കെ വാലുണ്ടല്ലോ, മാരിയപ്പൻ എന്താ ഇല്ലാത്ത? അത് ലോറിക്ക് കുടുങ്ങി പോയി കണ്ണേ. മോള് ഇവിടെ നിൽക്ക പോണ്ടേ? നമുക്ക് മറന്നാ കാര്യം. ഡ്രൈവർ അങ്കിൾ പോക്കോ, ഞാൻ വരുന്നില്ല. നല്ല കഥയായി. குழந்தை சொன்ன கரெக்ட் ஐயா. 2 நாள் இங்க இருக்கட்டும். இந்த எருமை, ஆடு, கோழி இவங்க பார்த்து என் கூட 2 நாள் விளையாடு. മോളെ പിന്നെ മോളെ കൊണ്ട് പറമ്പിലൊന്നും ഒരുപാട് കറങ്ങണ്ട, അപ്പുറത്ത് സർപ്പക്കാവുള്ള. അമ്മേ, മോളെ വേഗം കുളിപ്പിക്കാൻ നോക്ക്, പുറപ്പെടാൻ നേരായി. രാവിലെ തന്നെ കൊണ്ടുപോണോ? ഉച്ച തിരിഞ്ഞിട്ട് പോയാ പോരെ? അത് ശരിയാവില്ല മുത്തച്ഛ. ഇപ്പൊ തന്നെ അവളെ കാണാൻ ഞാൻ അന്വേഷിക്കുന്നുണ്ടാവും അവരൊക്കെ. എന്നാലും ഒരു കൊതി മാറിയില്ല അതിനെ കണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഇണക്കമായി പോയി. വല്ലാണ്ട്. നീ മോളെ കണ്ടോ? ഇല്ല. ഈശ്വര, ഇതെവിടെ പോയി? കാണാനില്ലല്ലോ. உலகம் பிறந்ததும் உனக்காக, ஓடும் நதிகளும் உனக்காக, இந்த மலர்கள் மலர்ந்ததும் உனக்காக. ഗീതു മോളെ, മോളെ ഇங்கே ഇരി. മാമന് പാല് കൊടുത്തിട്ട് സീക്കിരം വരാം. മതി, இங்க வாடா. சூடான ஒரு பரிப்படு வாங்கி இந்த குழந்தைக்கு கொடு, அது சாப்பிடு. அதை பார்த்து நீ இங்கே இரு. அப்பா என்னப்பா பரிப்படியா உனக்கா சாப்பிடுறதுக்கா? பாருங்க, கலந்த 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 போய. என்ன துளசி கண்ண சகிக்குமா? எப்ப நம்ம கல்யாணம்? മരപ്പട്ടി, നമ്മ കല്യാണമാ? இல்லம்மா, உங்க கல்யாணம். അങ്ങനെ പറ. உனக்கும் அந்த எல்லாருக்கும் தெரியும். பாரையா வெக்கம். ഗീതു മോളെ. മാരിയപ്പ, മാരിയപ്പ. അയ്യോ മോളെ പേടിക്കണ്ട, തുളസി ചേച്ചിയല്ലേ? അല്ല, വെള്ളാടി മുത്തിയാ. അത് ഡ്രൈവർ അങ്കിൾ ചുമ്മാ തമാശ പറഞ്ഞല്ലേ? അല്ല, എനിക്ക് പേടിയാ. ദേ നോക്ക്, എനിക്ക് പല്ലും കൊമ്പുണ്ടോ? ഇല്ലല്ലോ. നോക്കി നിൽക്കുമ്പോ പല്ല് പൊളിക്ക്, എനിക്ക് പേടിയാ. അയ്യോ കരയില്ല. என்னம்மா என்னம்மா கொண்டு கண்டு கண்டு இங்க பாரு மாமா அடிக்க. എന്താ അവിടെ? ദേ കണ്ടില്ലേ, കുട്ടിക്ക് എന്നെ കാണുമ്പോ പേടിയാ. വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എന്റെ വെള്ളാടി മുത്തിയോ? പിന്നെ നീ ആര്? എലിസബത്ത് രാജ്ഞിയാ? ഞാനെന്താ പണിയോട് കാണിച്ചത്? ആരോടും ചോദിക്കാതെ പറയാ കുട്ടിയോട് കൊണ്ടുവരാ. சும்மா பாக்குறதுக்கு சாமி. എന്തിന് പാക്കരത്തിക്ക്? அப்பா என்ன கோப்பா? பருப்போடங்கடா? பருப்போட இல்ல, பன்னு தான் இருக்கு. பன்னு பன்னு நீ சாப்பிடு. பன்னு 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 பா கைய. ഇരുമോളെ,
മോൾ ഇങ്ങനെ തുടങ്ങിയ ഡ്രൈവറുകൾ പിന്നെ എന്താ ചെയ്യാ? ഒറ്റ ദിവസം നിന്നിട്ട് തിരിച്ചു പോവാന്ന് ഗീതുമോള് എന്നല്ലേ അങ്കിളോട് സമ്മതിച്ച്? ശരിയാ, എനിക്ക് പോവാൻ തോന്നില്ല. ദേ അക്കരയിൽ നിന്ന് ഇപ്പൊ ഒരു ബസ്സുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനൊന്നും വേറെ ബസ്സില്ല. അപ്പൊ നാളെ പോവാ. ആ കുന്നിന്റെ അപ്പുറത്തുള്ള അത്തിമരത്തില് എന്തോരം കിളിയല, നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ. മുഴുവനും ഞാൻ കണ്ടില്ല. മരിപ്പം പറഞ്ഞല്ലോ മുകളിലത്തെ പൊത്തില് കുഞ്ഞു മൈനുണ്ടെന്ന്. എനിക്കതിനെ പിടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ നോക്ക് അതിനെ കൊണ്ടുപോവാ അങ്കിൾ. ആഹാ, അത് അങ്കിൾ ഇപ്പൊ തന്നെ പിടിച്ചേരാലോ പോകുന്ന വഴിക്ക്. വേണ്ട, അപ്പൊ നാഗമലയിലെ സർപ്പത്തെ കാണാൻ പറ്റൂല. മാരിയപ്പേ കാട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇന്നിപ്പോ നമ്മൾ ഒരുമിച്ച് മോളുടെ വീട്ടിൽ പോയിട്ട് മോളുടെ ഡാഡിയും മമ്മിയും കണ്ടിട്ട് നാളെ നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു. എന്നിട്ട് ഞാൻ മോളെ വേണ്ട, അമ്മൂമ്മ വിടൂല എന്നെ. ഡ്രൈവർ അങ്കിൾ പറഞ്ഞാ വിടും. അമ്മൂമ്മ എനിമിയാ, വിടൂല. എടാ നന്ദ, അങ്ങനെ ശാഠ്യം പിടിച്ച് കൊണ്ടുപോകണ്ട. കളിക്കേണ്ട പ്രായമല്ലേ അതിന്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കൊതി തീരുമ്പോ മോളെ എന്നെ പറയും പോകാമെന്ന്. അപ്പൊ പോയാ മതി അല്ലേ മോളെ? ആ മുത്തച്ഛൻ അങ്ങനെയൊക്കെ പറയാം. നല്ല കഥയായി. അകത്താവുന്ന കേസാ, എന്റെ പണി വരെ തെറിക്കും. ഇവിടെ മനുഷ്യന്മാര് താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ കുട്ടി. എന്ന് വെച്ച് ഞാൻ ചെയ്തത് തെറ്റല്ലാണ്ടാവോ? ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. ഇപ്പൊ കുട്ടിയെ കാണാതെ വെപ്രോളം പിടിച്ച് കിടക്കാവും വീട്ടുകാര്. വീട്ടുകാരുടെ സ്നേഹവും ശ്രദ്ധ മനസ്സിലാവണുണ്ട്. കുട്ടിയുടെ പോകണ്ടെന്നുള്ള വാശി നിർബന്ധവും കാണുമ്പോ. കുട്ടി പാപ്പ മൈനെ കിട്ടി, ശീഘ്രം വാ. മോളെ അവിടേക്ക്. അവള് പോട്ടടാ, കണ്ടില്ലേ അവളുടെ ഒരു സന്തോഷം. ഇന്നൊരു ദിവസം കൂടി അവളിവിടെ നിൽക്കട്ടെ. അമ്മേ ഞാൻ പറയാം. അത് മതിയടാ.